ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. രാജ്യസഭ കടക്കാൻ വഖഫ് ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടെ സുരേഷ് ഗോപി, ജോൺ ബ്രിട്ടാസ് വാക്പോര്. ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ എന്ന് പറയുന്നു. എത്രയോ പതിനായിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു. ഉത്തരേന്ത്യയിൽ നിന്ന് 50,000-ലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത്. എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു. നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല. എത്രയോ പള്ളികൾ തകർത്തു. നിങ്ങൾ എമ്പുരാനിലെ മുന്നയാണ്. നിങ്ങൾ മുന്നയാണ്. ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട്. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്. ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും. ലോക്സഭയിലെ ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയാകുന്നു. വിമർശനവുമായി CPM. MP വിദേശത്തെന്ന് കോൺഗ്രസ്. ആശാപ്രവർത്തകരുടെ സമരം അവസാനിക്കുമോ? സമരക്കാരുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ ആശമാർ. പോസിറ്റീവ് സമീപനം എടുക്കേണ്ടത് സമരക്കാരെന്ന് MV ഗോവിന്ദൻ. പ്രായപരിധി ചർച്ചയായി CPM പാർട്ടി കോൺഗ്രസ്. 75 വയസ്സ് നിബന്ധനയ്ക്കെതിരെ സംസ്ഥാന ഘടകങ്ങൾ. നേതൃത്വത്തിൽ ശൂന്യത സൃഷ്ടിക്കുമെന്ന് വിമർശനം. കേന്ദ്ര കമ്മിറ്റി പരാജയമെന്ന് പ്രതിനിധികൾ. പിണറായി സർക്കാർ നേട്ടങ്ങൾ ദേശീയതലത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രമുഖരിലേക്ക്. ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യും. തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന്. കാസർഗോഡ് 450 ഗ്രാം ഹാഷിഷ് പിടിച്ചു. പകരച്ചുങ്കം പ്രഖ്യാപിച്ച് അമേരിക്ക. ഇന്ത്യക്ക് 26% ചുമത്തി ട്രംപ്. പിടിച്ചു നിന്ന് ഇന്ത്യൻ ഓഹരി വിപണി. സംയമനത്തോടെ പ്രതികരിച്ച് ലോകരാജ്യങ്ങൾ. IPL ഇന്ന് ഹൈദരാബാദ് കൊൽക്കത്ത പോരാട്ടം. വിജയവഴിയിൽ തിരിച്ചെത്താൻ KKRഉം SRHും. മത്സരം 7:30 മുതൽ ഈഡൻ ഗാർഡൻസിൽ. ആശാവർക്കർമാർ മാധ്യമങ്ങളെ കാണുന്നു. ചർച്ചയ്ക്ക് ശേഷം തത്സമയം. ഇന്ന് എല്ലാ ട്രേഡ് യൂണിയനുകളെയും ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഞങ്ങൾ ചോദിച്ച നിങ്ങളോടെല്ലാം പറഞ്ഞു, ഗവൺമെന്റിനെ ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകളാണ് ആരെയൊക്കെ വിളിക്കണം തീരുമാനിക്കുന്നത്, ഞങ്ങളെ മാത്രമല്ല എന്ന് പറഞ്ഞു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ചർച്ചയിൽ കഴിഞ്ഞ 2 ചർച്ചയിലും നടന്നതുപോലെ ഓണറേറിയത്തിൻ്റെ വർധനവിനെ സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ദീർഘമായി ചർച്ച ചെയ്തു. ഒരു കമ്മിറ്റിയെ വെക്കുന്നതിനെക്കുറിച്ചാണ് ആരോഗ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചത്. അതിനെ ഞങ്ങളൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ യൂണിയനുകളും ആ കമ്മിറ്റി എന്ന നിർദ്ദേശത്തെ അംഗീകരിച്ചു. ഞങ്ങൾ അംഗീകരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം 1000 രൂപയിൽ നിന്നും 7000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിച്ചത് ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടല്ല, അങ്ങനെ കമ്മിറ്റി കൂടിയിട്ടല്ല. അപ്പോൾ 53 ദിവസമായി സമരം ചെയ്യുന്നു. ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ട് അതിനും എത്രയോ ദിവസമായി. അപ്പോൾ 2 മാസം പിന്നിടുകയാണ്. ഈ സമയം വരെ അത്തരത്തിലൊരു ആലോചന നടത്താനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ വെക്കേണ്ടതാണെന്നോ നമ്മളെ ഒരു ചർച്ചയ്ക്കും അത് പറഞ്ഞിരുന്നില്ല. ഇന്ന് 53 ദിവസം സമരം പിന്നിടുകയും 15 ദിവസം സ്ത്രീകളിങ്ങനെ നിരാഹാരം കിടക്കുകയും വെയിലത്തും മഴയത്തും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കമ്മിറ്റിയെ വെക്കാം, IAS ഉദ്യോഗസ്ഥനടക്കമുള്ള ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം പരിഗണിക്കാമെന്ന് പറയുകയാണ്. സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. അതിനെയാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 2 ചർച്ചയിലും കേട്ടതാണ്, ഗവൺമെൻറ്റിന് ആശാവർക്കർമാരുടെ അനുഭാവമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരിന് താല്പര്യമാണെന്ന്. അങ്ങനെ താല്പര്യമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഈ നിമിഷം വരെ അതിനുവേണ്ടി കൈക്കൊണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും എന്ന 2 ഭാഗം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, ധാരാളം പ്രശ്നങ്ങളുണ്ട്, ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മിറ്റിയാകാം. ഇത് രണ്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു. അവിടെയും നിൽക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അവസാനം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു 3000 രൂപ, ഇപ്പോൾ ഇരിക്കുന്ന 7000 രൂപയാണ്, ഒരു 3000 രൂപ നിങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട്, അങ്ങനെ വർദ്ധിപ്പിച്ചാലും നാളെയോ മറ്റന്നാളോ കിട്ടുമെന്ന് 2-3 മാസം എടുത്തേക്കും, അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട്
ഒരു കമ്മിറ്റിയെ വെച്ച് പഠിക്കുകയും പിന്നെ എത്ര വർദ്ധിപ്പിക്കണമെന്ന് അവിടെ ആലോചിച്ചൂടെ? ഞങ്ങൾ 21,000 എന്ന് പറഞ്ഞെടുത്തുന്ന നിലവിലുള്ള 7,000 അതോടൊപ്പം ഒരു 3,000 രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിന് പോലും മറുപടിയില്ല. അത് യാതൊരു തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ സമരസമിതിയുമായിട്ട് ആലോചിച്ച് നാളെ അത് വീണ്ടും അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് സാഹചര്യം. ഒട്ടും തൃപ്തരല്ല. 53 ദിവസമായി തെരുവ് കിടന്നിട്ട് 15 ദിവസം നിരാഹാരം കിടന്നിട്ട് ഡോക്ടർ അവിടെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ, കാരണം ഈ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് വിശ്വാസം വരാത്തത്, കാരണം 15 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളുകളെ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ അത് ആരോഗ്യ വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പറയാണ്. ഞങ്ങൾ അറിയിച്ചില്ലെന്നാണ് പറയുന്നത്. ആ സമരപ്പന്തലിൽ ഒരു ആശാവർക്കർ അനങ്ങിയാൽ, ആശാവർക്കറോട് സംസാരിച്ചിട്ട് ഒരു പാട്ട് പാടിയാൽ അവരുടെ പേരും ജാതകവും എടുത്ത് വീട് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് അവർ ഓരോ മാസം എത്ര രൂപ ഇൻസെന്റീവ് ഓണററിയും വാങ്ങുന്നുവെന്ന് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വകുപ്പിനെ 15 ദിവസമായി സ്ത്രീകൾ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം എന്നാണ് പറയുന്നത്. നമ്മൾ എത്രയോ സമരങ്ങൾ കാണുകയാണ് ഈ തെരുവിൽ. ഈ പറയുന്ന യൂണിയന്റെ നേതാക്കൾ എത്രയോ സമരം നടത്തിയിട്ടുണ്ട്. നിരാഹാര സമരം നടക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം ഡോക്ടർമാർ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് നമ്മളത് പരാതിയായി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ വിമർശനമുണ്ട്. സ്ത്രീകൾ തെരുവിൽ കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും പോകും, വിളിച്ചാൽ പോകും. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ നിലപാട് ഈ ഓണറാറിയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും ഒരു കമ്മിറ്റി വെച്ച് പഠിക്കേണ്ടുന്ന സാഹചര്യം സംസ്ഥാനത്തില്ല. സാമ്പത്തിക പരാധീനതയെ കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. സാമ്പത്തികം വൻതോതിൽ ഇവിടെ പല പല പദ്ധതികൾക്ക് 1000 കോടിയും 500 കോടിയും 100 കോടിയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക പരാധീനത തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെ അത് പരിഗണിക്കാനും മനുഷ്യത്വപരമായി പരിഗണിക്കാനുള്ളൊരു നടപടിയാണ് ഉണ്ടാകേണ്ടതെന്നാണ് ഞങ്ങളുടെ സമരം ശക്തമായി തുടരും. ഈ 3000 രൂപ കൂടെ വർദ്ധിപ്പിക്കാമെന്ന് ഒരുപക്ഷെ സർക്കാർ നാളത്തെ ചർച്ചയിൽ അംഗീകരിച്ചാൽ നിങ്ങൾ സമരം നിർത്തും? വരട്ടെ, അത് അംഗീകരിച്ച് വരട്ടെ. അപ്പോഴാലും ഞങ്ങളതൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. സർക്കാരിന് മന്ത്രി വിളിച്ചാലേ നമുക്ക് ചർച്ചയ്ക്ക് വരാൻ പറ്റും. ഞങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു ചർച്ച കൂടെ വെക്കാം. പക്ഷെ അപ്പോഴും ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഓണറേറിയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്ന പോയിന്റ് ഞങ്ങൾ ഊന്നി പറഞ്ഞിട്ടുണ്ട്. സാധ്യമല്ല, അതും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം താഴേക്ക് പോകാമെന്നതിനെ സംബന്ധിച്ച് ഓർക്കണം. ഞങ്ങൾക്ക് പിടിവാശിയല്ല. 21,000 രൂപയിൽ പിടിവാശി നിൽക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. ഞങ്ങൾ കേവലം 10,000 രൂപയാക്കി ഇപ്പോൾ വർദ്ധിപ്പിക്കണം, അതിനെ മാറ്റണം എന്ന് പറയുന്ന ആ ഡിമാൻഡ് പോലും അംഗീകരിക്കുവാൻ തത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആശമാരുടെ സമരം വീണ്ടും തുടരും. സർക്കാരുമായുള്ള 3ാം വട്ട ചർച്ചയും പരാജയമായി എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. ആശമാരെ ഒരു 3000 രൂപയെങ്കിലും ഞങ്ങൾക്ക് കൂട്ടു നൽകൂ എന്ന് സർക്കാരിനോട് ചോദിച്ചപ്പോൾ 7,000 എന്നത് 10,000 ആക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അതിനും കൃത്യമായ മറുപടി ഇല്ലാതെ നിരാശരാക്കി അവരെ മടക്കി എന്നുള്ളതാണ്. ഇപ്പോൾ INTU നേതാക്കൾ മാധ്യമങ്ങളെ കാണും. എങ്ങനെയാണ് ചർച്ച നോക്കിക്കാണുന്നത്? സമരം തുടരുമെന്നാണ് സമരസമിതി പറയുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ തീവ്രമായ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പൂർണ്ണമായ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ട്രേഡ് യൂണിയനുകൾ പൊതുവെ എടുത്തത്. ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ ഡിമാൻഡ് സ്ഥിരപ്പെടുത്തലാണെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന അവരുടെ നിലപാടിനോട് എല്ലാവരും യോജിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കണം, പിരിച്ചുവിടുമ്പോൾ 5 ലക്ഷം രൂപ പിരിച്ചുവിടൽ ആനുകൂല്യമായി കൊടുക്കണം, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ അതിക്രമങ്ങളും അവസാനിക്കണം, അവർക്ക് 13,000-ഓളം ആശാ വർക്കർമാർക്ക് കാസ്പ് എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര ഇൻഷുറൻസ് പദ്ധതിയിൽ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് ആപ്പ് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് അതിനകത്ത് ബെനിഫിറ്റ് കിട്ടുന്നില്ല, ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന നിരവധി ജോലികൾ, അത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞത് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടേയില്ല. പ്രാദേശിക തലങ്ങളിൽ തോന്നിയതുപോലെ ആശാ വർക്കർമാരെ കൊണ്ട് ഒരുപാട് അനാവശ്യ ജോലികൾ ചെയ്യിക്കുന്നു എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങളെല്ലാം ഉയർത്തിയത്.
അപ്പോൾ അവസാനം ചർച്ചകൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പിരിച്ചുവിടൽ ആനുകൂല്യം അടക്കമുള്ള എല്ലാം ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെ സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിന് ഒരു ഉന്നതനായ IAS ഉദ്യോഗസ്ഥനും ധനകാര്യ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും ചേർന്നുള്ള ഒരു ഉന്നതാധികാര സമിതിയെ വെച്ചിട്ട് എല്ലാ സംഘടനകളുടെയും പ്രത്യേകമായി അവരുമായുള്ള ചർച്ച നടത്തി ഒരു സമഗ്രമായ റിപ്പോർട്ടുണ്ടാക്കി 3 മാസം കൊണ്ട് നാളെ തന്നെ ഈ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് നാളെ തന്നെ തീരുമാനിക്കും. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കൃത്യമായ മിനിറ്റ്സ് നാളെ തന്നെ എല്ലാവർക്കും കൊടുക്കും. ഇത്തരത്തിലുള്ള ഒരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അത് ഒരു കമ്മിറ്റി വെക്കണ്ട എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ സംഘടന സമരം ചെയ്യുന്ന സംഘടന ഓണറേറിയം ഈ ഒരു കമ്മിറ്റിയുടെ പരിഗണനയിൽ വരേണ്ടതല്ല എന്ന നിലപാടാണ് അവരെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആശാവഹമായ പുരോഗതിയാണ് ചർച്ചയിലുണ്ടായിട്ടുള്ളത്. അടുത്ത് തന്നെ വേണ്ടി വന്നാൽ അവർക്ക് കൂടിയാലോചിക്കണം എന്നുള്ളതൊരു ന്യായമായ ആവശ്യമാണ്. അവരവരുടെ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഗവൺമെൻറ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ സമരം ചെയ്യുന്ന സംഘടന ഇപ്പോൾ സമരപന്തലിലേക്ക് പോകണം. വിനോദ് എന്താ അവിടെ? വിനോദ്, എന്താണ് സമരം തുടരാൻ തീരുമാനമാണല്ലേ? തീർച്ചയായും അടുത്ത ദിവസം തീരുമാനം അറിയിക്കാമെന്ന കാര്യമാണ് ഇപ്പോൾ ആശമാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം. അതായത് സമരം തീരുന്നില്ല, ആ സമരം തുടരുന്ന ഒരു സാഹചര്യമാണ്. അടുത്ത ദിവസം നിലപാട് വ്യക്തമാക്കാം. ഈ കമ്മീഷനെ വെക്കുന്ന കാര്യത്തിൽ കൂടിയാലോചിച്ച് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതായത് ഇപ്പോഴും സമരം തുടരുന്നു. വീണ്ടും ശക്തമായ ഒരു സമരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ കൂടുതൽ ആർജവത്തോടെ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരുപക്ഷെ തീരുമെന്ന് കരുതിയ സമരം, ഇന്ന് അവസാനിക്കുമെന്ന് കരുതിയ സമരമാണ്. ആ സമരം അവസാനിക്കുന്നില്ല, തുടരുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കൾ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് വരും. അതിനുശേഷം ഒന്നുകൂടി അവർ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാക്കും. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ അഭിവാദ്യം ചെയ്ത് അവർ സംസാരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏതായിരുന്നാലും ഈ കമ്മീഷൻ എന്ന ഒരു കാര്യം അത് അവർ അംഗീകരിക്കുമോ എന്നത് വ്യക്തമല്ല. ഇപ്പോൾ ഈ നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം ഉടൻ ഉണ്ടാകും. രഞ്ജിത്ത്, ഉടൻ തന്നെ അവരുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 53 ദിവസമായി ഇവിടെ നടത്തുന്ന ചർച്ചയെ തുടർന്ന്, സമരത്തെ തുടർന്ന് ഇന്ന് 3ാമത്തെ തവണ ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ മറ്റ് ട്രേഡ് യൂണിയനുകളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. ഓൺലൈനായി ധനകാര്യമന്ത്രിയും ആ ചർച്ചയിൽ പങ്കെടുത്തു. 2 മിനിറ്റാണ് അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുത്ത് കൊണ്ട് സംസാരിച്ചത്. നമ്മൾ ഉയർത്തിയ ഡിമാൻഡിനെ സംബന്ധിച്ച് മാത്രമല്ല, ആശാവർക്കർമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആകമാന പ്രശ്നങ്ങളെക്കുറിച്ചാണ് കൂടി ഉൾപ്പെടുത്തിയാണ് അവിടെ ചർച്ച നടന്നത്. ഒടുവിൽ നമുക്ക് നമ്മുടെ ഡിമാൻഡുകളിന്മേൽ ചർച്ച ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടേണ്ടി വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രപ്പോസൽ വെക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ ഈ നടത്തിക്കൊണ്ടിരുന്ന സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെ ഒരു പ്രപ്പോസൽ വെക്കാൻ, ഈ മീറ്റിംഗിലും ഒരു പ്രപ്പോസൽ വെക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല. ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറഞ്ഞത്, അവർ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം പരിഗണനയിലാണ് ആശാവർക്കർമാരെ കാണുന്നത്, വളരെയധികം പരിഗണന കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇപ്പൊ തരാനായിട്ട് ഇപ്പോ
ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇപ്പോ നടപ്പാക്കാനേ കഴിയില്ല, ഞങ്ങൾ ആലോചിക്കാം എന്ന് ഒരു അഭിപ്രായമാണ് അവിടെ പറഞ്ഞത്. അതിനുശേഷം അവിടെ മറ്റ് ട്രേഡ് യൂണിയനുകളെല്ലാം കൂടി ഒരു കമ്മിറ്റി വയ്ക്കുന്നതിനെ കുറിച്ച് മിനിസ്റ്റർ ഒരു പ്രപ്പോസൽ വെക്കുകയും ഈ ചർച്ച നീണ്ടുപോകുമ്പോൾ മിനിസ്റ്റർ ഒരു പ്രപ്പോസൽ വെക്കുകയും മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെല്ലാം അത് അംഗീകരിക്കാൻ തയ്യാറാകുകയും ചെയ്തു. INTUC, CITU, AITUC, STU, INTUCയുടെ ശ്രീ ചന്ദ്രശേഖരനും CITUവിന്റെ ശ്രീ KN ഗോപിനാഥനും AITUCയുടെ ശ്രീ സജിലാലും STUവിന്റെ റഹ്മത്തുള്ള ഈ നേതാക്കന്മാരോടൊപ്പം അവരുടെ മറ്റ് നേതാക്കന്മാരും ഉണ്ടായിരുന്നു, യൂണിയനിലുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ കമ്മിറ്റി പ്രപ്പോസൽ അംഗീകരിക്കുവാൻ തയ്യാറായി. അതാണ് സാഹചര്യം. ഏതായാലും സമരം തുടരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. സമരം തുടരും. നാളെ വീണ്ടും ഒരു ചർച്ചയുണ്ട്. അതിലുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കൾ വ്യക്തമാക്കിയത്. രാജ്യസഭയിൽ വഖഫ് ചർച്ചയ്ക്കിടെ പരസ്പരം കൊമ്പുകോർത്ത് ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും മുനമ്പം മുതൽ എമ്പുരാൻ വരെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇരുവരും പോരടിച്ചത്. രാജ്യസഭയിൽ വഖഫ് ചർച്ചയ്ക്കിടെയാണ് ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപി നേർക്കുനേർ വാക്പോര്. മതസൗഹാർദ്ദം നിലനിർത്തേണ്ടവർ മനുഷ്യരെയും ദൈവത്തെയും വിഭജിച്ചെന്ന് കുറ്റപ്പെടുത്തിയാണ് ബ്രിട്ടാസ് ചർച്ച ആരംഭിച്ചത്. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നതിലുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് ആഞ്ഞടിച്ചു. സർ, ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സർ, 30 വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകരിക്കുന്നതാണ് സർ. തൃശൂരിൽ മലയാളിക്ക് ഒരു തെറ്റുപറ്റിയെന്ന പരാമർശമാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ, പേടിക്കണ്ട. തുടർന്ന് ബ്രിട്ടാസിന് മറുപടി നൽകാൻ സുരേഷ് ഗോപി എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ ബഹളം. There was an indirect reference to one. Please. No. Sir, through you. Sir, through you. No. Through you, sir. Not allowed. Kripya Patil. Please sit down. മുനമ്പത്തെ ജനതയെ ഇടതുമുന്നണി വഞ്ചിച്ചെന്ന് സുരേഷ് ഗോപിയുടെ മറുപടി. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ്. സർ, പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന് പുറമെ സിനിമയുടെ പേരിലും വാക്പോര്. എമ്പുരാൻ സിനിമയിലെ മുന്നയെ BJP ബെഞ്ചുകളിൽ കാണാമെന്ന് ബ്രിട്ടാസ്. എമ്പുരാൻ സിനിമയിലെ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും മലയാളി, തിരിച്ചറിയും കേരളം, തിരിച്ചറിയും സർ. TP ചന്ദ്രശേഖരൻ മഠം പ്രമേയമായ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പ്രദർശിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് സിനിമാ സ്റ്റൈലിൽ സുരേഷ് ഗോപിയുടെ തിരിച്ചടി. 2 films. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have? What is wrong? What is wrong with the language? Sir, let him complete. They should have the guts to let these 2 films be screened again. Permitted to be screened. അങ്ങനെ വഖഫ് ചർച്ചയിൽ രാജ്യസഭ മലയാളി MPമാരുടെ അസാധാരണമായ വാക്പോരിന് സാക്ഷിയായി. ന്യൂസ് ഡെസ്ക്, News 18.
വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന് ഏതാണ്ട് 8 മണിക്കൂർ ചർച്ചയാണ്. ഇന്നലെ നമുക്കറിയാം രാത്രി 1:30-2 മണി കഴിഞ്ഞു ലോക്സഭയിൽ ബില്ല് പാസ്സാക്കിയപ്പോൾ. സമാനമായി തന്നെ നീളുമോ ചർച്ച? രജിത്ത്, അങ്ങനെ തന്നെ ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ എങ്ങനെയാണോ വാദപ്രതിവാദങ്ങൾ ഉണ്ടായത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് രാജ്യസഭയിലും ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കിരൺ റിജിജു വ്യക്തമാക്കിയത്. നിലപാട് ആവർത്തിക്കുന്നു. അതായത് എല്ലാ വർഷവും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ബില്ല് സഭയിലേക്ക് കൊണ്ടുവരുന്നത്. അത് പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഒപ്പം തന്നെ JPCയിൽ വന്ന 97 ലക്ഷത്തോളം നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അവ ക്രോഡീകരിച്ചുകൊണ്ടാണ് അതിൽ കൃത്യമായ രീതിയിൽ മറ്റൊരു പാളിച്ചയും ഇല്ലാതെ തന്നെയാണ് ഈ ബില്ല് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത് അത് സഭയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെ തന്നെ യാതൊരുവിധ വിഷയവും ഇതിൽ ഇല്ല എന്നുകൂടി കിരൺ റിജിജു ഇന്നും ആവർത്തിച്ച് പറയുകയും ചെയ്തു. അതേസമയം ഈ ബില്ലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് രാജ്യസഭയിൽ അരങ്ങേറി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തു. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലാണ്, അതിൽ പ്രധാനമായും ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്, അതൊന്നും തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് പ്രതിപക്ഷം ആവർത്തിക്കുന്നു. അതേസമയം അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കേരള കോൺഗ്രസ് എം ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണിയുടെ ഒരു നിലപാട് തന്നെയാണ്. അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ബില്ലിലെ ചില കാര്യങ്ങളെ അംഗീകരിക്കുന്നുണ്ട്, മറ്റു ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല. അതിലൊന്ന് പറയുന്നത് ബില്ലിലെ ക്ലോസ് ആയിട്ടുള്ള 20-35 ക്ലോസിൽ പറയുന്നതനുസരിച്ച് ഈ ട്രിബ്യൂണലിനെയും ഒപ്പം തന്നെ വഖഫ് ബോർഡിനെയും സമീപിച്ചാൽ അവിടെ നിന്ന് നീതി ലഭിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ മേൽക്കോടതിയെ പോകാൻ നേരത്തെ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഈ ബില്ല് ഭേദഗതി ചെയ്ത് വരുമ്പോൾ ആ ഒരു സാഹചര്യമുണ്ട്. അത് ഒരു അനുകൂല നടപടിയാണ്, അതിനെ തങ്ങൾ അനുകൂലിക്കുന്നു. മറ്റ് ചില കാര്യങ്ങളുണ്ട്, അതായത് കൗൺസിലടക്കം മുസ്ലിങ്ങളല്ലാത്തവരെ തിരികെ കയറ്റാനുള്ള നടപടി അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്തു. സ്വാഭാവികമായും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ KCBC അടക്കമുള്ളവർ ഈ ബില്ലിനെ പിന്തുണയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ ഇനി കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് എന്താണെന്ന് കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും രാത്രി വൈകിയായിരിക്കും ഇന്ന് രാജ്യസഭയിലും വോട്ടെടുപ്പ് നടക്കാനുള്ള സാഹചര്യം. MG മിഥുൻ വിവരങ്ങൾ പങ്കുവച്ചു. വഖഫ് ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയാകുന്നു. ചർച്ചയുടെ ഒരു ഘട്ടത്തിലും സഭയിൽ ഉണ്ടാകാതിരുന്ന പ്രിയങ്ക വോട്ടെടുപ്പിലും പങ്കെടുത്തില്ല. നിലവിൽ വിദേശത്താണ് പ്രിയങ്കയുള്ളത്. എന്നാൽ പാർട്ടിയെയും ലോക്സഭാ സ്പീക്കറെയും അറിയിച്ചുകൊണ്ടാണ് പ്രിയങ്കയുടെ യാത്ര എന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. 8 മണിക്കൂർ നിശ്ചയിച്ച വഖഫ് ചർച്ചയിൽ കോൺഗ്രസിന് അനുവദിച്ചത് 1 മണിക്കൂറും 40 മിനിറ്റുമായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:06 ആരംഭിച്ച ചർച്ചയും വോട്ടെടുപ്പും 14 മണിക്കൂർ നീണ്ടെങ്കിലും ഒരിക്കൽ പോലും വയനാട് MP സഭയിലെത്തിയില്ല. അംഗങ്ങൾ സഭയിൽ ഉണ്ടായിരിക്കണമെന്ന കോൺഗ്രസിന്റെ വിപ്പ് നിലനിൽക്കെയാണ് പ്രിയങ്കയുടെ നടപടി. സഭയിൽ ഉണ്ടായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ പങ്കെടുത്തില്ല. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങൾ സംസാരിക്കട്ടെ എന്നായിരുന്നു പാർട്ടി നിലപാടെന്നും അതുകൊണ്ടാണ് രാഹുൽ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. പ്രിയങ്ക വിട്ടുനിന്നത് ഇതിനോടകം ചർച്ചയായി. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മധുരയിലെത്തിയ അംഗങ്ങൾ ഡൽഹിയിൽ മടങ്ങിയെത്തി ചർച്ചയിൽ പങ്കെടുത്തതാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. ഗൗരവമായിട്ടുള്ള കാരണങ്ങളാലല്ലാതെ ആരെങ്കിലും വോട്ടെടുപ്പിൽ, അത് ഇന്ന വ്യക്തിയല്ല, ആരെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഒരാൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ്. ആ നടപടിയോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്മേളനം 3 വർഷത്തിന് ശേഷം മധുരയിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിലെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. 2ാം മോദി സർക്കാരിന്റെ കാലത്ത് വിവാദമായ NIA നിയമ ഭേദഗതിയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ലീഗ് കോൺഗ്രസ് അംഗങ്ങൾ എതിർത്ത് വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിന്നത് സമാനമായ രീതിയിൽ വിവാദമായിരുന്നു. ന്യൂനപക്ഷ അംഗങ്ങളെ വേട്ടയാടാൻ ബിൽ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന ആക്ഷേപം നിലനിൽക്കെ CPM അംഗം AM ആരിഫ് മാത്രമാണ് അന്ന് ബില്ലിനെ എതിർത്ത് കേരളത്തിൽ നിന്ന് വോട്ട് ചെയ്തത്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ. പാർട്ടി നേതൃത്വത്തിലെ 75 വയസ്സ് പരിധിക്കെതിരെ പാർട്ടി കോൺഗ്രസിൽ സംസ്ഥാന ഘടകങ്ങളുടെ നീക്കം. പ്രായപരിധി നിബന്ധന ഒഴിവാക്കണമെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് ചർച്ചയിൽ ആവശ്യമുയർന്നു. നേതാക്കൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നത് നേതൃത്വത്തിൽ ചൂട് സൃഷ്ടിക്കുമെന്നാണ് വാദം. പോളിറ്റ് ബ്യൂറോയിൽ മാത്രം 7 നേതാക്കൾക്കാണ് 75 വയസ്സ് പൂർത്തിയാകുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കണ്ണൂരിൽ ചേർന്ന 23ാം പാർട്ടി കോൺഗ്രസാണ് നേതൃപദവികളിൽ 75 വയസ്സെന്ന നിബന്ധന കൊണ്ടുവന്നത്. അത് ഗുണം ചെയ്തില്ലെന്ന വിലയിരുത്തൽ CPMൽ ശക്തമാണ്. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്റെ ഗ്രൂപ്പ് ചർച്ചയിലാണ് പ്രായപരിധി നിബന്ധന എടുത്തു കളയണമെന്ന ആവശ്യം ഉയർന്നത്. കേരളത്തിന്റെ ഗ്രൂപ്പ് ചർച്ചയിൽ 4 പേർ ഇക്കാര്യം ഉന്നയിച്ചു. പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള പാർട്ടി ഘടകങ്ങൾക്കും സമാന നിലപാടെന്നാണ് സൂചന.
പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ആളെ കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് ബംഗാൾ സംസ്ഥാന സമ്മേളനത്തിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടി കോൺഗ്രസിലെ ചർച്ചകളിലും കേരളവും ബംഗാളും ആവശ്യം ശക്തമാക്കിയാൽ പ്രായപരിധി നിബന്ധനയിൽ പുനരാലോചന ഉണ്ടായേക്കും. ഇതിനായി പാർട്ടി ഭരണഘടനയിൽ ഭേദഗതി വേണ്ടിവരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 7 PB അംഗങ്ങളാണ് 75 വയസ്സ് പിന്നിട്ടത്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സൂര്യകാന്ത് മിശ്ര, സുഭാഷിണി അലി, മണിക് സർക്കാർ, G രാമകൃഷ്ണൻ എന്നിവർ. സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ കണ്ടെത്താൻ വിഷമിക്കുന്ന പാർട്ടിക്ക് ഇത്രയും നേതാക്കൾ ഒറ്റയടിക്ക് കളമൊഴിയുന്നത് തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് സംസ്ഥാന ഘടകങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് പ്രായം മാത്രം മാനദണ്ഡമാക്കാതെ പ്രവർത്തന പാരമ്പര്യവും പ്രവർത്തന പരിചയവും കണക്കിലെടുക്കണമെന്ന് നിർദ്ദേശമുയരുന്നത്. ഒഴിയുന്ന നേതാക്കളെ ഉന്നത സമിതികളിൽ തന്നെ എങ്ങനെ ഉൾക്കൊള്ളിക്കും എന്നത് സംബന്ധിച്ചും ചർച്ചകൾ സജീവമാണ്. VV അരുൺ, ന്യൂസ് 18, മധുര. കേന്ദ്ര കമ്മിറ്റി പരാജയമെന്ന് CPM പൊതുചർച്ചയിൽ വിമർശനം. 2 പിണറായി സർക്കാരുകളുടെയും വികസന നേട്ടങ്ങൾ ഉത്തരേന്ത്യയിൽ എത്തിയില്ല. നേട്ടങ്ങൾ ഉത്തരേന്ത്യയിൽ എത്തിക്കാൻ കേന്ദ്ര കമ്മിറ്റി കഴിയുന്നില്ല. പിണറായി സർക്കാരിന് നേട്ടങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയുന്നെന്നും എന്നാൽ അത് പുറത്തറിയുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു. ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും എക്സൈസ് ചോദ്യം ചെയ്യും. താരങ്ങൾക്ക് ലഹരി നൽകിയെന്ന മുഖ്യപ്രതി തസ്ലിമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ഇരുവരുമായും ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് തസ്ലിമ സുൽത്താനയുടെ മൊഴി. തസ്ലിമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന് കിട്ടി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതിയേർത്ത് SFIOയുടെ കുറ്റപത്രം. സേവനം നൽകാതെ 2.7 കോടി രൂപ വീണ വിജയൻ കൈപ്പറ്റിയെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. വീണയ്ക്ക് പുറമെ എക്സാലോജിക്, CMRL, ശശിധരൻ കർത്ത, എംപവർ ഇന്ത്യ എന്നീ കമ്പനികളും പ്രതികളാണ്. കേസിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കറിയാം, ഈ വിഷയത്തിൽ മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് കോടതിയുടെ അനുമതി ഇല്ലാതിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട്. അത് ഇത്തരത്തിൽ വലിയ ആഘോഷമായിരുന്നു CPM ഹാൻഡിലുകൾക്ക്. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ഏജൻസിയാണ് ഇത്തരത്തിൽ പ്രോസിക്യൂഷന് തുടക്കമിടുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? യെസ് രഞ്ജിത്ത്, ഈ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം നൽകിയിരിക്കുന്നു. സേവനം നൽകാതെ 1.7 കോടി രൂപ വീണ വിജയൻ കൈപ്പറ്റിയെന്ന കണ്ടെത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. വീണയ്ക്ക് പുറമെ എക്സാലോജിക്, അതുപോലെ CMRL, ശശിധരൻ കർത്ത, എംപവർ ഇന്ത്യ കമ്പനിയുമാണ് കേസിലെ മറ്റ് പ്രതികളായി വന്നിട്ടുള്ളത്. കേസിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകിയിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. മാസപ്പടി കേസ് നമുക്കറിയാം കേരളത്തെ അങ്ങേയറ്റം പിടിച്ചുകുലുക്കിയ ഒരു വിവാദമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. വീണ വിജയന് അതിൽ പ്രതി ചേർത്തിപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. 10 വർഷത്തെ തടവ് വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കുറ്റമാണ് ചുമർത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം നൽകുമ്പോൾ അത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്നുകൂടി മനസ്സിലാക്കണം. എക്സാലോജിക്കും ശശിധരൻ കർത്തയും CMRLും സഹോദര സ്ഥാപനവും പ്രതികളാണ് എന്നതുകൂടി ഇവിടെ ശ്രദ്ധേയമാണ്. സേവനം ഒന്നും നൽകാതെ വീണ വിജയൻ 2.7 കോടി രൂപ കൈപ്പറ്റി എന്ന് SFIO കണ്ടെത്തിയിരിക്കുന്നു. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം. പ്രോസിക്യൂഷൻ നടപടികൾക്കാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. പ്രതികൾക്കെതിരെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്നതുകൂടി ഇവിടെ വളരെ അടിവരയിട്ട് പരിശോധിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, അതുപോലെ CMRL MD ശശിധരൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നു. കമ്പനികാര്യ മന്ത്രാലയമാണ് SFIOക്ക് ഇത് സംബന്ധിച്ച അനുമതി നൽകിയിട്ടുള്ളത്. CMRL എക്സാലോജിക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിട്ടുള്ളത്. SFIOയുടെ ചാർജ് ഷീറ്റിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ശശിധരൻ കർത്തയുടെ
ഭാര്യയാണ് എംപവർ ഇന്ത്യയുടെ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ഷോണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വീണ വിജയൻ പ്രതിയാകുന്നു. എന്ത് പ്രത്യാഘാതമാണ്? ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ ഇനി പുരോഗമിക്കാനുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അനുമതി ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിച്ചു. ഈ കേസ് തടസ്സപ്പെടണം ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റേ അവർ ചോദിച്ചു. പക്ഷേ കോടതി അതിന് അനുവദിച്ചില്ല. കേസുമായി മുമ്പോട്ട് പോകാനുള്ള അനുമതി SFIക്ക് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ കംപ്ലൈന്റ് അതിന്റെ കൺസേൺ കോർട്ടിൽ, എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ കോർട്ടിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇനി SFIക്ക് തടസ്സങ്ങളില്ല. അതായത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം, അതിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിരിക്കുന്നത്. ഒപ്പം നമുക്കറിയാം കർത്തയടക്കമുള്ളവർ പ്രതിയാണ്. എക്സാലോജിക്കിനെതിരെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഇത് ഇനിയും മറ്റെന്തെങ്കിലും സാധ്യതകൾ ഈ പ്രതികൾക്ക് മുന്നിലുണ്ടോ ഷോൺ? ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ മകളല്ല, മുഖ്യമന്ത്രി തന്നെയാണ് പ്രതി. ആ റിപ്പോർട്ട് ഇന്ററം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വായിച്ചാൽ മനസ്സിലാവും. ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് a prominent person related to Exalogy company. A prominent person, a prominent political person related to Exalogy company എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. കാരണം അന്ന് റിയാസ് ഇല്ല. അപ്പൊ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥത്തിൽ പ്രതിയായിട്ടുള്ളത്. ഇതിന് കൂടുതൽ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കും. ആ സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് ആണ് നല്ലത് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ഒരു നിമിഷം പോലും വൈകാതെ രാജിവെക്കണം. കാരണം ഇത് വ്യക്തമായ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വ്യക്തമായ ഒരു അഴിമതി കഥ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ച് സ്ഥാനമൊഴിഞ്ഞ് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ്. തീർച്ചയായും ഷോൺ ജോർജാണ് ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോയത്. മനു ഭാരതി വിവരങ്ങൾ പങ്കുവച്ചു. 2.7 കോടി രൂപ കൈപ്പറ്റി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള കേസ്. ഇതിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലമുണ്ട്. ഇതിന്റെ രേഖകളടക്കം പുറത്തു വന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും വലിയ പ്രത്യാഘാതം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലൈവ് at 6 പൂർത്തിയാകുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഉണ്ടാകും കൂടുതലായി. നമസ്കാരം.